ഫേസ് ടു ഫേസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഈ ഫേസ് ടു ഫേസ് പ്രോഗ്രാമിൽ നമ്മളോടൊപ്പം പങ്കെടുക്കുന്നത് എക്സൽ ഡൈവേർഡ് സീസൺ 2-ൽ 150 വാക്യങ്ങൾ പറഞ്ഞ ലെജൻഡായ മാസ്റ്റർ ഇമ്മാനുവൽ ചോലഗത്ത് മാത്യു ഫ്രം ഹൈദരാബാദ്. ഇമ്മാനുവലിൻ്റെ അമ്മ പ്രീത മാത്യു, സിസ്റ്റർ അക്സ മാത്യു, ഇവർ 3 പേരുമാണ് അവരുടെ അനുഭവങ്ങൾ നമ്മളോട് പങ്കുവയ്ക്കുവാൻ നമ്മളോടൊപ്പം എത്തിയിരിക്കുന്നത്. നിങ്ങളെ 3 പേരെയും ഫേസ് ടു ഫേസ് പ്രോഗ്രാമിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ 150 ദിവസങ്ങൾ ഡൈവേർഡ് പ്രൊജക്റ്റിലൂടെ 150 വാക്യങ്ങൾ പറഞ്ഞ് കഴിഞ്ഞ ദിവസം നടന്ന മത്സരത്തിൽ 150 വാക്യങ്ങൾ ഏകദേശം 14 മിനിറ്റോളം സമയമെടുത്ത് വളരെ വേഗം പറഞ്ഞു തീർക്കുകയും റാൻഡം ഫയറിൽ വളരെ മിടുക്കനായിട്ട് ആ ഭാഗങ്ങളിൽ നിന്ന് വാക്യങ്ങളും റെഫറൻസുകളുമൊക്കെ പറഞ്ഞ് ലെജൻഡായ ഒരാളാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ജേർണി എങ്ങനെ ആയിരുന്നു, എങ്ങനെ അത്രത്തോളം ലെജൻഡായി മാറുവാനായിട്ട് സാധിച്ചു എന്നൊക്കെ അറിയുവാൻ പ്രേക്ഷകർക്ക് താല്പര്യമുണ്ട്. അപ്പോൾ ഒരുമിച്ച് നിങ്ങളുടെ ആ അനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ വേണ്ടി പോവുകയാണ്. ഹൈദരാബാദ് IPC മേഡ്ചൽ ചർച്ചിലെ സഭാ അംഗങ്ങളാണിവർ. പ്രിയ പിതാവ് മനു മാത്യു ഇന്ന് നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിട്ടില്ല. പക്ഷേ നിങ്ങൾ 3 പേരും ഞങ്ങളോടൊപ്പം ആയിരിക്കുന്നതിൽ വളരെയധികം സന്തോഷം. തുടർന്ന് നിങ്ങളുടെ അനുഭവങ്ങൾ കേൾക്കുവാൻ വേണ്ടി ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ആദ്യമായിട്ട് മാസ്റ്റർ ഇമ്മാനുവൽ, ഈ ലെജൻഡായി മാറിയപ്പോൾ ഉണ്ടായ ആ ഒരു ഫീല്, 150 ദിവസം കണ്ടിന്യൂ ആയിട്ട് കൺസിസ്റ്റൻ്റായിട്ട് പഠിച്ച് ഏകദേശം 650 പേരോളം പങ്കെടുത്ത ഒരു പ്രോഗ്രാമിനകത്ത് ആണ് ഇമ്മാനുവൽ ലെജൻഡായി മാറിയത്. എന്നെ തന്നെ വളരെയധികം അത്ഭുതപ്പെടുത്തി ഇമ്മാനുവലിൻ്റെ ആ പെർഫോമൻസ്. ഇപ്പോൾ എന്ത് തോന്നുന്നു ഈ ഒരു ജേർണിയിൽ? വാട്ട് യു ഫീൽ? എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് ഈ ഡൈവേർഡിൽ ജോയിൻ ചെയ്യാൻ. പിന്നെ എല്ലാം 150 ഡേയ്സിൽ ദൈവം എന്നോട് സംസാരിക്കുന്നു. ഇറ്റ് വാസ് എ വെരി ബ്ലെസ്സിങ്. വെരി ഗുഡ് ഇമ്മാനുവൽ. ഈ ഇമ്മാനുവൽ ഒരു ലെജൻഡായപ്പോൾ അമ്മ എന്ന നിലയിൽ എന്താണ് ഒരു ഫീല്? എന്താണ് ഇപ്പോഴത്തെ ഒരു ചിന്ത? ഒത്തിരി സന്തോഷമായി ഇങ്ങനൊരു ലെജൻഡായി കണ്ടപ്പോൾ. ഇത്രയും ഹാർഡ് വർക്ക് ചെയ്തു ദൈവസന്നിധിയിൽ അവൻ ലെജൻഡായി കണ്ടപ്പം വളരെ സന്തോഷമുണ്ട്. ഈ ചെറുപ്രായത്തിൽ ദൈവത്തിന് വേണ്ടി ഇത്രയും അവന് ചെയ്യാൻ പറ്റിയല്ലോ, അതിന് വളരെ സന്തോഷമുണ്ട്. വെരി ഗുഡ്. സിസ്റ്റർ എന്ന നിലയിൽ അക്സയ്ക്ക് എന്താണ് തോന്നുന്നത്? അക്സയ്ക്ക് കിട്ടാത്തൊരു ഭാഗ്യമാണെന്ന് തോന്നുന്നു. അക്സ ലെജൻഡായിട്ടുണ്ടോ? ഇല്ല. അപ്പം അക്സയ്ക്ക് എന്താണ് തോന്നുന്നത്? what is your feel? Emmanuel, he's a promised child, and like the one thing that I want to highlight about him is that he's very mature and understanding, like, and he's very kind, because ee prayathulla almost pillare, they're stubborn, they fail to understand in most of the situations, but Emmanuel, he's way too understanding. And the one thing that avante teachers ayalum and avane ariyna aalkarayalum, the one thing they got to say is that he's very mature. So, and I feel that it's all because of the power of the promise that lies on him. So I'm very proud of him and fortunate that I have a brother like this. അക്സ ഇപ്പോൾ പറഞ്ഞു പ്രോമിസ് ചൈൽഡ് ആണെന്ന് പറഞ്ഞു. അതിനെക്കുറിച്ച് എന്താണ് പ്രോമിസ് ചൈൽഡ് എന്ന് പറയുന്നത്? ഒന്ന് പറഞ്ഞു വെക്കാമോ? എന്താണ് വാട്ട് ഈസ് പ്രോമിസ് ചൈൽഡ്? മോളും മോനും തമ്മിൽ 11 വയസ്സിൻ്റെ ഡിഫറൻസ് ഉണ്ട്. ദൈവം ഞങ്ങൾ ഒരിക്കലും ഇങ്ങനെ ഒരു കുഞ്ഞിനെ ആഗ്രഹിച്ചില്ല. പക്ഷേ ദൈവം ഞങ്ങളോട് നിരന്തരമായി സംസാരിച്ച് പേരുൾപ്പെടെ, ഞങ്ങളുടെ ഒത്തിരി ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ടായിട്ടും ദൈവം ഞങ്ങളോട് സംസാരിച്ച് പേരുൾപ്പെടെ തന്ന ഒരു വാഗ്ദത്ത സന്തതിയാണ് ഇമ്മാനുവേൽ. 11 വയസ്സിൻ്റെ ഡിഫറൻസ് ഉണ്ട്. സോ ഹീസ് എ പ്രോമിസ് സൺ. വെരി ഗുഡ്. ഇമ്മാനുവൽ എന്ത് തോന്നുന്നു? പ്രോമിസ് ചൈൽഡ്, മമ്മിയൊക്കെ സിസ്റ്ററൊക്കെ പറയുന്നു ഇമ്മാനുവൽ പ്രോമിസ് ചൈൽഡ് ആണെന്നൊക്കെ പറയുന്നു. എന്താണ് ഇമ്മാനുവലിന് തോന്നുന്നത്? എനിക്കും ഒത്തിരി സന്തോഷമുണ്ട്. ഒരു പ്രോമിസ് ചൈൽഡ് ആയതുകൊണ്ട് എനിക്കും ഒത്തിരി സന്തോഷം. ഇമ്മാനുവലിൻ്റെ അർത്ഥം എന്താണ്? ദൈവം നമ്മുടെ കൂടെ.
ദൈവം നമ്മുടെ കൂടെ. യെസ്, ഇമ്മാനുവലിൻ്റെ കൂടെ ദൈവമുണ്ട്. അതുകൊണ്ടാണ് ഇമ്മാനുവൽ ഈ ലെജൻഡായി മാറിയത് അല്ലേ? ഈ ലെജൻഡായി മാറി അതിൻ്റെ ഒരു മൊമെൻറ്റോയും സർട്ടിഫിക്കേഷനും ഒക്കെ കിട്ടാൻ വേണ്ടി പോവാണ്. അപ്പോൾ വീട്ടുകാർ വളരെ എക്സൈറ്റഡ് ആണ്, സിസ്റ്റർ എക്സൈറ്റഡ് ആണ്. അപ്പം ഞാനാണെങ്കിൽ ഈ എൻ്റെ മുമ്പിൽ വന്നിട്ട് 150 വാക്യം പറഞ്ഞത് ഞാൻ നേരിട്ട് കേട്ടതാണ്. എന്നിരുന്നാലും ഒരു റാൻഡം ഫയർ ഞാൻ തന്നാൽ, ഒരു 6-7 വാക്യങ്ങൾ റെഫറൻസ് പറഞ്ഞാൽ, ഇമ്മാനുവലിന് ഇത്രയും ഓഡിയൻസിന് മുമ്പിൽ പറയാനായിട്ട് പറ്റുമോ? Yes. ഈ 150 വാക്കിൽ നിന്ന് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെയാണ് ഞാൻ ചോദിക്കാൻ പോകുന്നത്. പറയാൻ പറ്റും? അത്ര കോൺഫിഡൻ്റ് ആണ്? യെസ്. 1-2 വാക്യം തെറ്റിയാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമുക്ക് നോക്കാം. ഈ ഇമ്മാനുവലിന് റാൻഡം ഫയറിൽ ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഞാനൊരു റാൻഡം ഫയർ ചെയ്യാൻ വേണ്ടി പോവാണ്. എക്സൽ ഡൈവേർഡിൻ്റെ 150 ദിവസങ്ങളിൽ നിന്ന് 150 വാക്യങ്ങൾ കൺസിസ്റ്റൻ്റായിട്ട് ഇമ്മാനുവൽ പഠിച്ചു. അതിനകത്തുനിന്ന് ഞാൻ റാൻഡമായിട്ട് ചില ചോദ്യങ്ങൾ റെഫറൻസുകൾ പറയാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇമ്മാനുവൽ അത് പറയുമോ ഇല്ലയോ എന്നാണ് ഞാൻ നോക്കാൻ വേണ്ടി പോകുന്നത്. യെസ്, അപ്പോൾ തുടങ്ങാൻ വേണ്ടി പോവാണ്. റെഡിയല്ലേ? യെസ്. Exodus chapter 20 verse 12. Honor your father and your mother so that you may live long in the land the Lord your God is giving you. Very good. Psalms chapter 34 verse 18. The Lord is close to the brokenhearted and saves those who are crushed in spirit. Very good. Psalms chapter 91 verse 13. He will tread on the lion and the cobra. He will trample the great lion and the serpent. Very good. Awesome. Okay. Proverbs chapter 3 verse 5. Trust in the Lord with all your heart and lean not on your own understanding. Great. Isaiah chapter 26 verse 4. Trust in the Lord forever, for the Lord himself is the rock eternal. Great. Lamentations chapter 3 verse 25. The Lord is good to those who hope is in him, to the one who seeks him. Great. John chapter 15 verse 7. If you remain in me and my words remain in you, ask whatever you wish and it will be done for you. 1 Corinthians chapter 1 verse 18. For the message of the cross is foolishness to those who are perishing, but to us who are being saved, it is the power of God. Ephesians chapter 5 verse 8. For you were once darkness, but now you are light in the Lord. Live as children of light. Last. 2 Timothy chapter 2 verse 5. Similarly, anyone who competes as an athlete does not receive the victor's crown, except by competing according to the rules. ഇമ്മാനുവൽ എന്നെ വീണ്ടും ഇമ്മാനുവൽ ഞെട്ടിക്കുകയാണ്. ഞാനൊരു 5 വാക്യം ചോദിക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് ഞാൻ ചിന്തിച്ചെന്ന് പറഞ്ഞു ഒരെണ്ണമെങ്കിലും ഒന്ന് ഫെയിലാക്കണമെന്ന് ഞാൻ ചിന്തിച്ചേ. അതിനാണ് 10 എണ്ണം ചോദിച്ചത്. ആ 10 എണ്ണവും ഇമ്മാനുവൽ ഒരു തെറ്റും കൂടാതെ പറഞ്ഞു. ഐ ആം റിയലി പ്രൗഡ് ഓഫ് യു. അപ്പം ഞാൻ അടുത്തത് ഞാനൊരു വേഴ്സ് പറയാം, വാക്യം പറയണം, റെഫറൻസ് പറയണം. ടെസ്റ്റ് ചെയ്യട്ടെ? യെസ്. എല്ലാം 10 മേക്ക് ചെയ്യുമോ? യു വിൽ മേക്ക് ഇറ്റ്? യെസ്. പറയാൻ വേണം കേട്ടോ. ബട്ട് യു ലോർഡ് ആർ എ ഷീൽഡ് അറൗണ്ട് മീ, മൈ ഗ്ലോറി, ദ വൺ ഹൂ ലിഫ്റ്റ്സ് മൈ ഹെഡ് ഹൈ. Psalms 3 verses 3. Very good. The Lord confides in those who fear him. He makes his covenant known to them. Psalms 25 verses 14. Very good. Great. The fear of the Lord is the beginning of wisdom. All who follow his precepts have good understanding. To him belongs eternal praise. Psalms 111 verses 10. ഞാൻ പറയുന്നതിന് മുമ്പ് കിട്ടിയാലും പറയാം കേട്ടോ, മൊത്തം വായിക്കണമെന്നില്ല. യെസ്. വെരി ഗുഡ്. Yes. Listen, my son, to your father's instruction and do not forsake your mother's teaching. Proverbs 1 verses 8. Very good. Great. Now all has been heard. Here is the conclusion of the matter. Fear God and keep his commandments, for this is the duty of all mankind. Ecclesiastes 12 verses 13. Great.
The Lord is good, a refuge in times of trouble. He cares for those who trust in Him. Nahum 1 verses 7. Great. Salvation is found in no one else, for there is no other name under heaven given to mankind by which we must be saved. Acts 4 verses 12. Great. But Christ has indeed been raised from the dead, the first fruits of those who have fallen asleep. 1 Corinthians 15 verses 20. Do not be anxious about anything, but in every situation by prayer and petition, with thanksgiving, present your request to God. Philippians 4 verses 6. Remember Jesus Christ raised from the dead, descended from David. This is my gospel. 2 Timothy 2 verses 8. ഇമ്മാനുവൽ എന്നെ വീണ്ടും വീണ്ടും അത്ഭുതപ്പെടുത്തുകയാണ്. ഞാൻ 5 ചോദിക്കണമെന്നാണ് ഞാൻ ചിന്തിച്ചത്, പക്ഷേ 10 ചോദിച്ചു. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, എവിടെയെങ്കിലും ഇമ്മാനുവലിനെ തെറ്റുപറ്റുമോ, എവിടെയെങ്കിലും ഒന്ന് വിൽക്കുമോ എന്നൊക്കെ ഞാൻ ചിന്തിച്ചു. പക്ഷേ അതൊന്നും നടന്നില്ല. അമ്മയോട് ചോദിക്കുവാണ്, ഇമ്മാനുവൽ എങ്ങനെയാണ് ഇത്രയും മെമ്മറി പവർ, എന്തെങ്കിലും ഒരു ടെക്നിക്ക് ഉപയോഗിച്ചോ, പഠിക്കാനുള്ള ടെക്നിക്ക്? ഒന്നാമത്തെ ടെക്നിക്ക്, അവൻ നന്നായി പ്രാർത്ഥിക്കുമായിരുന്നു ഏത് കാര്യം ചെയ്യുമ്പോഴും. ഈ കോവിഡ് കാലയളവിൽ ഒത്തിരി അവന് ദൈവത്തോട് അടുക്കുവാൻ തക്കവണ്ണം സമയമൊക്കെ ഒത്തിരി ലഭിച്ചു. ആ ടൈമിലാണ്, ആ കോവിഡ് ടൈമിൽ സങ്കീർത്തനങ്ങൾ 119 11 മിനിറ്റ്സ് കൊണ്ട് മൊത്തം പറഞ്ഞു. വെരി ഗുഡ്. അന്ന് അവിടെ ഒരു ഹൈദരാബാദിലൊരു കോമ്പറ്റീഷൻ വെച്ചപ്പം. അപ്പം പഠിക്കുവാനുള്ള ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ ഇന്നത്തേത് ഇന്ന് പഠിക്കും, അടുത്ത ദിവസത്തെ വാക്യം പഠിക്കുമ്പോൾ അതുകൂടെ ചേർത്ത് ഒരുമിച്ച് പഠിക്കും. അങ്ങനെ ഇപ്പം 50 വാക്യമാണെങ്കിൽ 51ാമത്തെ വാക്യം പഠിക്കുമ്പം ഈ 50ാമത്തെ വാക്യം കൂടെ ചേർത്ത് ഒരുമിച്ച് പഠിക്കും. അല്ലാതെ അന്നത്തെ വാക്യം പറഞ്ഞ് പഠിക്കുക അങ്ങനെയല്ലായിരുന്നു. എല്ലാ ദിവസവും ഇത് പറഞ്ഞുകൊണ്ടേ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരുന്നു. അതാണ് പഠിക്കാൻ ടെക്നിക്സ്, അല്ലാതെ വേറെ ഒന്നുമല്ല. ഇമ്മാനുവലിന് നമ്മുടെ കൂട്ടുകാരോടൊക്കെ ഒരു ടെക്നിക്ക് പറഞ്ഞു കൊടുക്കാനുണ്ടോ? ഇമ്മാനുവലിന് വേറെ ടെക്നിക്കൊക്കെ കാണും, പറയാത്തതായിരിക്കും. ഒന്ന് പറഞ്ഞേ നോക്കട്ടെ, ഞങ്ങളൊന്ന് കേൾക്കട്ടെ. എങ്ങനെയാണ് ഈ മെമ്മറി ഇത്രയും ടെക്നിക്സ് എന്തെങ്കിലും ഉപയോഗിച്ചോ? എങ്ങനെയാണ് പഠിച്ചത് ഒന്ന് പറഞ്ഞേ കൂട്ടുകാരോട്. എനിക്ക് ടെക്നിക്സ് ഒന്നുമില്ല. ഫസ്റ്റ് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കും, പിന്നെ ഞാൻ ഫസ്റ്റ് വാക്യം ഞാൻ പഠിക്കും, എന്നിട്ട് പിന്നെ സെക്കൻഡ് വാക്യം നെക്സ്റ്റ് ഡേ തരുമ്പോൾ ആ വാക്യം കൂടെ പഠിച്ചിട്ട് പിന്നെ ഫസ്റ്റ് വാക്യവും സെക്കൻഡ് വാക്യം കൂടെ കാണാൻ പറയും. അങ്ങനെ ഇത് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോയിക്കൊണ്ടേയിരുന്നു. വെരി ഗുഡ്. അപ്പം വേറെ ടെക്നിക്കൊന്നും ഉപയോഗിച്ചിട്ടില്ല? ഇല്ല. വെരി ഗുഡ്. അപ്പം ഈ ദൈവേഡിനെ കുറിച്ച് എങ്ങനെ അറിഞ്ഞത്? എങ്ങനെയാണ് ഇതിനകത്ത് ജോയിൻ ചെയ്യാനുള്ളൊരു പ്രേരണ ഉണ്ടായത്? ഫേസ്ബുക്കിൽ കണ്ട്, അതുപോലെ തന്നെ യൂട്യൂബിലും കണ്ടപ്പം ഒരു ദിവസം ഒരു വാക്യം വെച്ച് അങ്ങനെ പഠിക്കുക എന്ന് വെച്ചാൽ ഒത്തിരി നന്നായിട്ട് പഠിക്കാൻ പറ്റുമല്ലോ. അതൊരു വലിയ ഡിഫിക്കൽട്ടൊന്നുമല്ല. അപ്പം വലിയ സന്തോഷം തോന്നി. ഞാൻ മോനോട് പോലും ചോദിക്കാതാണ് ഇതിനകത്ത് ജോയിൻ ചെയ്തത്. പറഞ്ഞപ്പോൾ ഞാൻ ഓക്കെ മമ്മി ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഹസ്ബൻഡിന് ഒത്തിരി സന്തോഷം. സ്കൂളിലെ മാറ്റി വെച്ചാലും ദൈവേഡ് എന്ന് പറഞ്ഞ ഈ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്ത് മോനൊരു ലെജൻഡായി കാണണം. അതൊരു കോമ്പറ്റീഷൻ മെൻറ്റാലിറ്റിയോടുള്ളതല്ല, ദൈവത്തോടുള്ള ഒരു കമ്മിറ്റ്മെൻറ്റ്. അതാണ് പ്രത്യേകിച്ച് അതിൻ്റെ പ്രോമിസ് ആണല്ലേ. അതുകൊണ്ട് തന്നെ സാധാരണ നമ്മുടെ ഈ ദൈവേഡ് പ്രൊജക്റ്റിൽ തന്നെ ജോയിൻ ചെയ്തിട്ട് പല ആൾക്കാരും ഡ്രോപ്പ് ഔട്ട് ആയിട്ടുണ്ട്. അപ്പം അവർ പറയുന്ന പല കാര്യങ്ങൾ എക്സ്ക്യൂസ് ഉണ്ട്. പിള്ളേർക്ക് സമയമില്ല, സ്കൂളിൽ പഠിക്കാനുണ്ട്, അങ്ങനെയൊക്കെ ഒത്തിരി എക്സ്ക്യൂസ് പറയുന്ന ഒത്തിരി പേരൻസ് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അവർക്ക് ഇപ്പം വെക്കേഷനാ, അല്ലെങ്കിൽ അവർക്ക് പ്രൊജക്റ്റ് ചെയ്യാനുണ്ട്, അവർക്ക് അസൈൻമെൻ്റ് ഉണ്ട്, സമയം കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്ന ഒത്തിരി പേരൻസ് ഉണ്ട്, കുട്ടികളും ഉണ്ട്. അപ്പം നിങ്ങൾക്ക് അങ്ങനെ ഒരു ചലഞ്ചസ് ഉണ്ടായി, ഇങ്ങനെ ഈ പഠനത്തെ ബാധിച്ചോ, അല്ലെങ്കിൽ ഇങ്ങനെ ഈ ഒരു വാക്യം പഠിച്ചിങ്ങനെ പോയപ്പം പഠനവുമായിട്ട് ബന്ധപ്പെട്ട് ഇത് ഒരു ബാരിയറായിട്ട് നിങ്ങളുടെ ലൈഫിൽ ഫീൽ ചെയ്തോ? മോൻ എന്ത് പറയുന്നു? എനിക്ക് ഒരു ബാരിയർ ഒന്നും ഫീൽ ആയിട്ടില്ല. എനിക്ക് ബാലൻസ് ആവുന്ന പോലെ തന്നെയാണ് എല്ലാം ഫീൽ ആയത്. യു കുഡ് മാനേജ് ഇറ്റ്? യെസ്. ആൻറ്റിക്ക് പറയാനുള്ളത്? അങ്ങനെ ഒരു പ്രോബ്ലംസ് വന്നിട്ടില്ല. കാരണം ഒരു ദിവസം ചെയ്യേണ്ടത് എന്താണെന്ന് ഞാൻ പറയുമ്പോൾ അവനോട് അത് ഡിസൈഡ് ചെയ്യും. തന്നെയുമല്ല എന്നോടൊപ്പം തന്നെ അവനും ചേരും. പിന്നെ സ്കൂളിലാണെങ്കിലും ഞാൻ പറഞ്ഞല്ലോ, ഒരിക്കലും അവൻ്റെ കഴിവുകൊണ്ടല്ല, ഈ ദൈവവചനത്തോട് കാണിച്ച ഒരു സമർപ്പണവും ആ ഒരു എന്താ പറയുക ഒരു സത്യസന്ധതയും നിമിത്തം സ്കൂളിലും എപ്പോഴും ഫസ്റ്റാണ്. ഇമ്മാനുവൽ, യു ആർ വെരി യുണീക്ക് പേഴ്സൺ, അതിന് ഒരു ഡൗട്ടും ഇല്ല. കാരണം
ഞാൻ പറഞ്ഞത് നമുക്ക് 650 കുഞ്ഞുങ്ങളുള്ളതിനകത്തു നിന്നാണ് കുറച്ച് പേര് ഇപ്പോൾ ലെജൻഡ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇമ്മാനുവലിനെ പോലെ കുറേ കുഞ്ഞുങ്ങളൂടെ ഉണ്ട്. പക്ഷേ 650 പേര് വെച്ച് നോക്കുമെന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് പേരെന്ന് പറഞ്ഞാൽ വലിയ കാര്യമല്ല. അവരെല്ലാം യുണീക്കാണ്. അപ്പോൾ അതിലൊരാളാണ് ഇമ്മാനുവൽ. ഇമ്മാനുവൽ ഈ വചനം പഠിക്കണമെങ്കിൽ ദൈവത്തോട് എന്തെങ്കിലും ഒരു സ്നേഹം കാണും. ചുമ്മാ ഒന്നും ആരും ഇത് പറയത്തില്ലല്ലോ. എന്താണ് അത്രമാത്രം വചനം പഠിക്കണം, പ്രാർത്ഥിക്കണം എന്നൊക്കെയുള്ള തോന്നലുണ്ടാകാനായിട്ട് എന്തെങ്കിലും ലൈഫിൽ ഓർത്തെടുക്കാനുള്ള എന്തെങ്കിലും ഇൻസിഡൻസ് ഉണ്ടോ? എനിക്ക് എപ്പോഴും ദൈവത്തിൻ്റെ വചനം പഠിക്കാൻ ഒത്തിരി ആഗ്രഹമുണ്ട്. എന്താണെന്ന് വെച്ചാൽ എനിക്കൊരു സ്റ്റഡി ടേബിൾ ഒത്തിരി ആഗ്രഹമായിരുന്നു. പക്ഷേ ഞാൻ എൻ്റെ ഡാഡിയും മമ്മിയും എപ്പോഴും എല്ലാ സാധനങ്ങളും വാങ്ങിച്ചു തരും. പക്ഷേ ഫസ്റ്റ് അവർ പറയുന്നത് പ്രാർത്ഥിക്കണം എന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ പ്രാർത്ഥിച്ചു. പിന്നെ ഹൈദരാബാദിൽ 109 സങ്കീർത്തനം 11 മിനിറ്റ്സിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്തു. അപ്പം 190. അപ്പം അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് മോർണിംഗ് പാസ്റ്ററിൻ്റി വന്നായിരുന്നു. അപ്പം എന്നെ വിളിച്ച് അവരുടെ കയ്യിലൊരു വലിയൊരു ഗിഫ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അത് പ്രാർത്ഥിച്ച് എനിക്ക് തന്നു. പിന്നെ ഞാൻ അത് ഓപ്പൺ ചെയ്തപ്പം എനിക്ക് ആവശ്യമുള്ള ഒരു കാര്യമായിരുന്നു. അവർക്ക് അറിയത്തില്ലായിരുന്നു എനിക്ക് സ്റ്റഡി ടേബിൾ ആവശ്യമുണ്ടായിരുന്നു. പക്ഷേ അവർ വാങ്ങിച്ചെന്ന സ്റ്റഡി ടേബിൾ ഇപ്പോഴുണ്ടായിരുന്നു. വെരി ഗുഡ്. അതൊരു ഭയങ്കര ഒരു ഇൻസ്പയറിങ് ഒരു ടെസ്റ്റിമണി ആയിപ്പോയി. കാരണം നമ്മൾ ആഗ്രഹിക്കുന്നൊരു കാര്യം ദൈവം നമ്മളിൽ ഒരാളിൽ കൂടെ നമ്മുടെ കയ്യിലെത്തിക്കുക എന്ന് പറയുമ്പോൾ അതൊരു ഭയങ്കര സംഭവമാണ്. അക്സയ്ക്ക് എന്താണ് പറയാനുള്ളത്? അങ്ങനെ പ്രാർത്ഥിച്ച് അക്സയ്ക്ക് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ? യെസ്, ബോത്ത് ഓഫ് us ഞങ്ങൾ രണ്ടുപേരുടെയും ജീവിതത്തിൽ അങ്ങനത്തെ മിറക്കിൾസ് ഉണ്ട്. ആൻഡ് സ്പെഷ്യലി അവൻ എന്ത് വേണമെങ്കിലും ഫസ്റ്റ് ഹിൽ ആസ്ക് മൈ പേരൻസ്, ബട്ട് ദെൻ അവർ ഞങ്ങളെ ഇനിയും സ്ട്രെങ്തൻ ആക്കാൻ വേണ്ടി ഫസ്റ്റ് ദേ ബി ലൈക്ക് ആദ്യം പ്രേ ചെയ്യും, ദൈവത്തോട് ചോദിക്കുക. സോ ദെൻ വെൻ ഗോഡ് ഓപ്പൺസ് എ വേ വിൽ ഗെറ്റ് യു വാട്ട് യു വാണ്ട്. സോ അതുപോലെ അവൻ പ്രാർത്ഥിക്കുമായിരുന്നു. ആൻഡ് ഹി ആസ്ക്ഡ് മെനി ടൈംസ് ദാറ്റ് ഹി വാണ്ട്സ് എ സ്റ്റഡി ടേബിൾ. അപ്പം ഡാഡി പറഞ്ഞു ഇപ്പോൾ അത് നെസസറി അല്ല, ബട്ട് ഇഫ് യു വാണ്ട് pray about it. So അങ്ങനെ അവൻ പ്രാർത്ഥിച്ചു. ആൻഡ് ലൈക്ക് ഇറ്റ് വാസ് എ വണ്ടർ ബിക്കോസ് പ്രാസ്റ്റങ്ങളും ആൻറ്റിക്കും അറിയത്തില്ലായിരുന്നു ദാറ്റ് ഹി വാണ്ട്സ് ദാറ്റ്. പക്ഷേ അവർ വന്നു ആൻഡ് ദേ ഗിഫ്റ്റഡ് ഹിം വിത്ത് ദാറ്റ് ആൻഡ് ഹി വാസ് വെരി ഹാപ്പി ആൻഡ് ദാറ്റ് ഇൻസ്പയർഡ് ഹിം ആൻഡ് മീ ടു ഫർദർ അങ്ങനെ പ്രാർത്ഥിച്ച് നേടാൻ വേണ്ടിയുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് കാണുന്ന കുട്ടികളെ പേരൻസ് ഒക്കെ ആകട്ടെ, അത് നമുക്കൊരു ഇൻസ്പയറിംഗ് ആണ്. നമ്മുടെ ലൈഫിൽ നമ്മൾ ദൈവത്തോടെ ഓരോ കാര്യവും ദൈവത്തിൽ നിന്ന് ചോദിച്ചു മേടിക്കുക എന്ന് പറയുന്നത് അത് ഭയങ്കര നമുക്കൊരു ലൈഫിലൊരു ഭയങ്കര ഇൻസ്പയറിംഗ് ആണ്. തീർച്ചയായിട്ടും ഇമ്മാനുവൽ അങ്ങനെ പ്രാർത്ഥിച്ച് സ്റ്റഡി ടേബിൾ കിട്ടി. അവൻ്റെ ലൈഫ് അതുകൊണ്ടൊക്കെ ദൈവത്തോട് ഭയങ്കര സ്നേഹമാണ് അല്ലേ. ദൈവം നമുക്കൊരു പ്രാർത്ഥിച്ചൊരു ഉത്തരം തരുമ്പോൾ നമുക്കൊരു ഭയങ്കര സന്തോഷമാണ്. ഓക്കെ, ഇനിയും നമുക്ക് ഒത്തിരി സമയം നമ്മുടെ ഈ ഇതിലില്ല. എങ്കിൽ പോലും ഞാനൊരു ചോദ്യം ഇമ്മാനുവലിനോട് ചോദിക്കാനുള്ളത്, ഇമ്മാനുവലിനെ പോലെ ലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങളുണ്ട്. ദൈവേഡ് പ്രൊജക്റ്റിനെ കുറിച്ച് അറിയാത്തവരുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനൊരു പ്ലാറ്റ്ഫോം കിട്ടാത്തവരും അത് ചെയ്യാത്തവരും ഉണ്ട്. പക്ഷേ ഇറ്റ് ഈസ് ഓപ്പൺ ഫോർ എവരി വൺ. അപ്പം അങ്ങനെ ഇതിൽ കയറാൻ താല്പര്യമുള്ള അല്ലെങ്കിൽ അവർക്കൊരു എൻകറേജ്മെൻറ്റ് കൊടുക്കാനാണെങ്കിൽ ഇമ്മാനുവൽ എന്തായിരിക്കും അവരോട് പറയുന്നത്? ദൈവേഡ് സീസൺ 3 ജൂണിൽ ആരംഭിക്കും. ഇപ്പോൾ അതിൻ്റെ എൻറോൾമെൻറ്റ് നടക്കുകയാണ്. അപ്പോൾ എന്തായിരിക്കും കൂട്ടുകാരോട് പറയാൻ വേണ്ടി പോകുന്നത്? എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, ദൈവം നമുക്ക് കുറേ മിറാക്കിൾസ് വണ്ടേഴ്സ് എല്ലാം ചെയ്തു തരും. അപ്പം നമ്മളും ദൈവത്തിനൊരു എന്തെങ്കിലും ഒരു കോൺട്രിബ്യൂഷനായിട്ട് കൊടുക്കുകയാണെങ്കിൽ ദൈവത്തിന് ഒത്തിരി സന്തോഷം. അങ്ങനെ തന്നെ ഈ വാക്യങ്ങളെല്ലാം പഠിച്ച് ദൈവത്തിൻ്റെ പാദത്തിലേക്ക് അടുത്ത് വരുമ്പോൾ ദൈവം ഒത്തിരി സന്തോഷമായിരിക്കും. So I encourage everyone to join Thy Word because it has changed my life and it was a blessing to me. ഇമ്മാനുവൽ ഒരിക്കൽ എന്നോട് ഇങ്ങനെ പറഞ്ഞായിരുന്നല്ലോ, പ്രാർത്ഥിക്കുമ്പം ഈ വാക്യം ആൻറ്റിയാണോ പറഞ്ഞെന്നറിയത്തില്ല. ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവനിപ്പോൾ 10 വയസ്സ്. അപ്പോൾ ആ 10 വയസ്സിൽ അവൻ്റെ മനസ്സിൽ കൂടെ കടന്നു പോകുന്ന ഫീലിങ്സ് എനിക്കറിയത്തില്ല. പക്ഷെങ്കിൽ കുഞ്ഞിലേ മുതലേ പ്രാർത്ഥിക്കുമായിരുന്നു. നന്നായി പ്രാർത്ഥിക്കും. പാസ്റ്റേഴ്സൊക്കെ പറയുന്ന കാര്യങ്ങൾ മെമ്മറൈസ് ചെയ്തിട്ട് അവൻ പ്രാർത്ഥിക്കുമായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, നമുക്കറിയാം ചിലപ്പോൾ ഞങ്ങൾക്ക് ഇതായിട്ട് തോന്നും. കാരണം റഷ്യയും ഉക്രൈനും തമ്മിൽ ഭയങ്കര യുദ്ധം ഉണ്ടാകുന്ന സമയം എറൗണ്ട് ഈ ലാസ്റ്റ് 3 months വരെ അവൻ പ്രാർത്ഥിക്കുമായിരുന്നു ആ രാജ്യങ്ങൾക്ക് വേണ്ടി. അങ്ങനെ പ്രാർത്ഥനാശീലമുണ്ട്. പിന്നെ ഈ വാക്യങ്ങൾ അധ്വാനിക്കുന്നൊരു ഭാരം ചുമക്കുന്നൊരു അവൻ്റെ ആ ഫീലിങ്സ് എനിക്കറിയില്ല. അത് ദൈവത്തോടും അവനോടുള്ള കമ്മിറ്റ്മെൻ്റാണ്. ഈ വാക്യങ്ങൾ പറഞ്ഞു പ്രാർത്ഥിക്കുമായിരുന്നു. അത് നല്ലൊരു ഇതായിരുന്നു. പറഞ്ഞു പ്രാർത്ഥിക്കുമായിരുന്നു. ഈ വാക്യങ്ങളൊക്കെ മോനിങ്ങനെ പഠിക്കുമ്പോൾ ആ വാക്യം നമ്മളോട് ലൈഫിൽ അപ്ലൈ ചെയ്യണമെന്ന് തോന്നിയിട്ടുണ്ടോ? എനിക്കും അങ്ങനെ ആ വാക്യം പറഞ്ഞതുപോലെ ജീവിക്കണം, അങ്ങനെ എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് പറയാനുണ്ടോ? ഉണ്ട്. ഒരു വാക്യത്തിനകത്ത്
ഹോണർ യുവർ ഫാദർ ആൻഡ് യുവർ മദർ സോ ദാറ്റ് യു മേ ലിവ് ഇൻ ദ ലാൻഡ് ദ ലോർഡ് യുവർ ഗോഡ് ഈസ് ഗിവിങ് യു എന്ന് പറഞ്ഞു. അപ്പോൾ അതിനകത്ത് എനിക്കൊരു അപ്ലൈ ആയത് നമ്മൾ നമ്മുടെ പേരൻസിനെ റെസ്പെക്റ്റ് ചെയ്ത് അവരിന്ന് നമുക്കും അവരുടെ നിന്ന് പഠിക്കണം. അങ്ങനെ റെസ്പെക്റ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്കും ദൈവം നമ്മളെ അനുഗ്രഹിക്കും. അങ്ങനെ വെരി ഗുഡ്. ഹോണർ യുവർ ഫാദർ ആൻഡ് മദർ. ഇന്ന് ശരിക്കും പറഞ്ഞാൽ ആ സാധനം നമ്മുടെ ആൾക്കാർ കാണുന്നില്ല. നമ്മുടെ മക്കൾ അപ്പനെയും അമ്മയും ബഹുമാനിക്കാത്ത റിബല്യസ് ആയിട്ടുള്ള ഒരു തലമുറയുടെ നടുവിലാണ് ഇമ്മാനുവൽ ആ ഒരു വേർഡ് പഠിക്കുമ്പം ദാറ്റ്സ് റിയലി ട്രാൻസ്ഫോമിങ് അവർ ലൈഫ്സ് ടു. നമ്മുടെ ലൈഫ് തന്നെ അത് മാറ്റുന്നുണ്ട്. വെരി ഗുഡ്. മാത്രമല്ല ഇത് ഈ ഒരു പ്രൊജക്റ്റ് ഉള്ളപ്പോൾ തന്നെ ഒരു മെൻറ്റർ ഉണ്ടായിരുന്നു, ഒരു മെൻറ്റർഷിപ്പ് ഉണ്ടായിരുന്നു. അപ്പം നിങ്ങളുടെ മെൻറ്റർ ആരായിരുന്നു? ലാസ്റ്റിൽ സ്മിത ഫിലിപ്പ് അല്ലേ? സ്മിത ഫിലിപ്പ് ആയിരുന്നു. മെൻറ്റർഷിപ്പിനെ കുറിച്ചും മെൻറ്ററിനെ കുറിച്ചും ഒക്കെയുള്ള ഒരു അഭിപ്രായം പറഞ്ഞു. ഈ എക്സൽ ഡൈവേർഡ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ നിങ്ങൾ ചൂസ് ചെയ്ത മെൻറ്റേഴ്സ് അത് ഭയങ്കര അനുഗ്രഹമായിരുന്നു കുഞ്ഞുങ്ങൾക്ക്. കാരണം അവർ ഇപ്പം സ്മിത ഒരു വാക്യം അവരോട് പറയുമ്പോൾ ഇവർ കണ്ടിന്യൂസ് പറയുമ്പം ചിലപ്പോൾ ഇവർ മിസ്സായിപ്പോവും വാക്യങ്ങൾ. അപ്പം ആ കുഞ്ഞുങ്ങളുടെ ആ ഹൃദയത്തിൻ്റെ അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ സ്മിത എന്ത് ചെയ്യുന്നറിയാമോ, ആ മോനെ ആൻറ്റി ചിലപ്പം കേട്ട് കാണത്തില്ല, മോൻ ഇന്ന വാക്യം പറഞ്ഞില്ലല്ലോ, അവരെ ഇൻസൾട്ട് ചെയ്യത്തുമില്ല എന്നാൽ അവരെ എൻകറേജ് ചെയ്യുന്ന രീതിയിലും അത് അങ്ങനൊരു ടെക്നിക്ക് ഉപയോഗിച്ച് സ്മിത അത് വളരെ ഭംഗിയായി ഇവരെ മോൾഡ് ചെയ്തെടുത്തു. അതൊരു വലിയ കാര്യമാണ്. സ്മിത സിസ്റ്റർ യുഎസിൽ ഇരുന്നിട്ടാണ് ഇവരെ മെൻറ്റർ ചെയ്തത്. തീർച്ചയായിട്ടും. അപ്പം അവരുടെ ആ തിരക്കേറിയ ലൈഫിൽ ഇരുന്നിട്ട് ഇമ്മാനുവലിനെ അല്ലെങ്കിൽ ഇമ്മാനുവലിൻ്റെ കൂടെയുള്ള ആ കുട്ടിയെ മെൻറ്റർ ചെയ്യാനായിട്ട് പറ്റി. അത് എനിക്ക് ഭയങ്കര ഒരു ഇൻസ്പയറിംഗ് ആയിരുന്നു. കാരണം ആ ഒരു മെൻറ്റർ എങ്ങനെയാണ് കുഞ്ഞുങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഇത് സ്മിത സിസ്റ്ററും കാണും. അപ്പോൾ സ്മിത സിസ്റ്റർക്കും അതൊരു മോട്ടിവേഷൻ ആയിരിക്കും തീർച്ചയായിട്ടും. അപ്പോൾ ഇനിയിപ്പം നമുക്ക് ആസ് എ പേരൻറ്റ് അമ്മമാരോട് അല്ലെങ്കിൽ പേരൻസിനോട് പറയാനുള്ളൊരു സന്ദേശം എന്താണ്? ദൈവവേടുമായിട്ട് ബന്ധപ്പെട്ട് കുഞ്ഞുങ്ങളെ ദൈവവചനം പഠിക്കുന്നതിൻ്റെ പ്രാധാന്യത, അത് ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങൾ, അതിനെക്കുറിച്ച് ആസ് എ മദർ ഓർ എ പേരൻറ്റ് വാട്ട് യു വാണ്ട് ടു സേ? നമ്മൾ കുറച്ച് മുമ്പ് സംസാരിച്ചതുപോലെ ഇന്ന് ഒരു റിബല്യസ് ആയിട്ടുള്ളൊരു ജനറേഷനാണ്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിലായിരിക്കുമ്പം നമ്മൾ ഭയങ്കര പ്രയോറിറ്റി നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിന് കൊടുക്കും. പക്ഷെങ്കിൽ ഒരു കുഞ്ഞിനെ ദൈവം നമുക്ക് തരുമ്പോൾ ദൈവത്തിനുണ്ട് ഒരു ഉദ്ദേശം ആ കുഞ്ഞുങ്ങളെക്കുറിച്ച്. അതാദ്യം നമ്മൾ മനസ്സിലാക്കിയിട്ട് ഈ ദൈവവചനം അവരെ ആദ്യം അഭ്യസിപ്പിക്കണം. അതോടുകൂടെ യഹോഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു എന്ന് പറയുന്നതുപോലെ ഇതിൽ ഉറച്ച് അവരെ നിർത്തിക്കഴിഞ്ഞാൽ ബാക്കി എല്ലാ കാര്യങ്ങളും അവരുടെ ലൈഫിൽ ഓരോന്നായിട്ട് വന്നുകൊണ്ടേയിരിക്കും. ഒന്നിനും അവർക്ക് നമുക്ക് ധൈര്യമായിട്ട് ദൈവസ്ഥാനത്തിൽ ചെന്ന് അവർക്ക് വേണ്ടി അവരുടെ കാര്യങ്ങൾ പറയാം. അങ്ങനെ എനിക്ക് എല്ലാ പേരൻസിനോടും പറയാനുള്ളത് ഫസ്റ്റ് പ്രയോറിറ്റി ഈ വചന പഠനത്തിനും പ്രാർത്ഥനയ്ക്കും ഒക്കെ കൊടുത്തിരുന്നെങ്കിൽ അതൊരു പ്രാവശ്യം നിങ്ങൾ അപ്ലൈ ചെയ്യും. ഒരിക്കലും അതൊരു ഡിഫിക്കൽട്ടല്ല. അന്നന്നത്തെ കാര്യങ്ങൾ അന്നന്ന് ചെയ്യുക. അത് ഞാൻ എല്ലാവരും എൻകറേജ് ചെയ്യുക. എല്ലാ പേരൻസും എന്നെ ശ്രദ്ധിക്കുന്ന ആയിരക്കണക്കിന് ആൾക്കാർ കാണും. എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഒരു പ്രാവശ്യം ഒന്ന് നിങ്ങളുടെ പ്രാക്ടിക്കൽ ലൈഫിലൊന്ന് ചെയ്തു നോക്ക്. നിങ്ങൾ അടുത്ത സീസൺസിൽ എല്ലാവരും ചേരുക. അത് വലിയൊരു അനുഗ്രഹമായിരിക്കും. തീർച്ചയായിട്ടും നമ്മളിപ്പം ദൈവവേടുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ പേഴ്സണലായിട്ടുള്ള അനുഭവങ്ങളൊക്കെയാണ് പങ്കുവെച്ചുകൊണ്ടിരുന്നത്. ഇനി അല്പം വീട്ടുകാര്യങ്ങളോടെ നമുക്ക് ഒന്ന് കേൾക്കാം. പ്രേക്ഷകർക്ക് ആഗ്രഹം ഉണ്ടാവും, ഇവരാരാ, എവിടുന്നാണ് വന്നത് എന്നൊക്കെ ഒരു ചിന്തയുണ്ടാവും. അപ്പം നിങ്ങളെ അല്പം ഫാമിലി എവിടെയാണ് നിങ്ങൾ ജനിച്ചത്, വളർന്നത്, നിങ്ങളുടെ വിദ്യാഭ്യാസം അല്ലെങ്കിൽ നിങ്ങളുടെ ചർച്ച് ബാക്ക്ഗ്രൗണ്ട്, അങ്ങനെ അല്പം കാര്യങ്ങൾ പറഞ്ഞു. എൻ്റെ വിവാഹം കഴിഞ്ഞാണ് ഞങ്ങൾ ഹൈദരാബാദിലോട്ട് തന്നെ വിവാഹം കഴിഞ്ഞാണ് കൊണ്ടുപോയത്. പക്ഷേ എൻ്റെ ഹസ്ബൻഡ് ഫാമിലി അവിടെ ബോൺ ആൻഡ് ബോട്ടപ്പാണ്. പിന്നെ ഹസ്ബൻഡ് മനു മാത്യു അവിടെ വർക്ക് ചെയ്യുന്നു. പിന്നെ ഞാൻ പ്രീത മാത്യു, മോൾ അൻസ മാത്യു, മോൻ ഇമ്മാനുവേൽ. അങ്ങനെ ഞങ്ങൾ ഫാമിലിയായിട്ട് അവിടുത്തെ IPC സഭയോട് ചേർന്ന് ദൈവത്തെ ആരാധിച്ചു പോന്നു. അതുപോലെ തന്നെ ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷകളൊക്കെ ഞങ്ങളാൽ കഴിയുന്ന വണ്ണം ദൈവത്തിന് വേണ്ടി ഞങ്ങൾ പ്രയോജനപ്പെടുന്നു. തീർച്ചയായിട്ടും. നാട്ടിലെവിടെയാണ്? നാട്ടിൽ ഹസ്ബൻഡിൻ്റെ വീട് ചെങ്ങന്നൂരാണ്. ചെങ്ങന്നൂർ. ആൻറ്റിയുടെ? എൻ്റെ വീട് പുനലൂരാണ്. യെസ്. അപ്പം അല്പം ഫാമിലി കാര്യങ്ങളുടെ നമ്മൾ കേട്ടു. ഇനിയും നിങ്ങൾ IPC ചർച്ചിനെ കുറിച്ച് നിങ്ങൾ പറഞ്ഞു. മേഡ്ചൽ IPC ചർച്ചിനും നിങ്ങൾക്കൊരു അഭിമാനമാണ്, ആ ഒരു ലോക്കൽ ചർച്ചിനാണെങ്കിൽ. തീർച്ചയായിട്ടും. കാരണം ആ ഒരു ചർച്ചിൽ നിന്ന് ഇങ്ങനെ ഒരു കുഞ്ഞ് ലെജൻഡായി മാറുക എന്ന് പറഞ്ഞാൽ ആ ചർച്ചിനും ഒരു അഭിമാന നിമിഷമാണ്. ആ ചർച്ചിനെയും ഈ കുഞ്ഞിനെ വളർത്താനായിട്ട് എടുത്ത എഫേർട്ടിനും പാസ്റ്റർമാർക്കൊക്കെ പ്രത്യേകം ഞാൻ അപ്രിസിയേഷൻ പറയുന്നു. ദൈവം സഹായിക്കട്ടെ. ഇനിയും ഫൈനലായിട്ട് അക്സയ്ക്കോ നമ്മുടെ ഈ പ്രോഗ്രാം ഇവിടെ അവസാനിക്കുമ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ ഓഡിയൻസിനോടോ അല്ലെങ്കിൽ എന്തെങ്കിലും പറയാനായിട്ടൊരു കാര്യമുണ്ട്, ഒരു കൺക്ലൂഷൻ, ദൈവവേഡ് പ്രൊജക്റ്റുമായിട്ടോ ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യം പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാനുള്ളൊരു അവസരം. നിങ്ങൾക്ക് 3 പേർക്കും ഓരോ വാക്കുകളിൽ സംസാരിക്കാം.
ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഇത്രയൊരു വലിയൊരു നമുക്ക് കേൾക്കുമ്പോൾ ഒരു ഈസിയായി തോന്നുമെങ്കിലും ഇങ്ങനൊരു പ്രോജക്റ്റ് കൊണ്ടുവരാൻ പ്രിയ അനിൽ ബ്രദറിനെ ദൈവം ശക്തനാക്കി നിർത്തി. അത് ഒത്തിരി കുഞ്ഞുങ്ങൾക്ക് ഒരു അനുഗ്രഹമായിരുന്നു. തുടർന്നും ഇങ്ങനെയുള്ള വലിയ വലിയ പ്രോജക്റ്റുകൾ ചെയ്യാൻ ദൈവം ഈ മിനിസ്ട്രിയെ നിങ്ങളെയൊക്കെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അത് ഒരുപാട് ബ്ലെസ്സിങ്സാണ് ഞങ്ങളുടെ ജീവിതത്തിൽ. ഇമ്മാനുവൽ, എനിക്കും പറയാനുള്ളത് എല്ലാവരും ഈ ദൈവേർഡ് പ്രോജക്റ്റിൽ ജോയിൻ ചെയ്യണമെന്നാണ്. എന്താണെന്ന് വെച്ചാൽ ഇത് ഒത്തിരി ഇൻസ്പയറിങ്, എല്ലാ ദിവസങ്ങളും ദൈവം എന്നോട് എല്ലാവരോടും സംസാരിക്കുന്നത് ഒരു ഇൻസ്പയറിങ് ഒരു പ്രോജക്റ്റാണിത്. അപ്പം ഞാനും പറയുന്ന എല്ലാവരും ഈ ദൈവേർഡ് പ്രോജക്റ്റിൽ ഒന്ന് ജോയിൻ ചെയ്യണം. വെരി ഗുഡ്. അക്സ, like they mentioned, it's a blessing. So അങ്കിളിനോട് എനിക്ക് റിക്വസ്റ്റ് ചെയ്യാനുള്ളത്, ഞങ്ങൾക്ക് ടീൻസിനും യങ്സ്റ്റേഴ്സിനും അങ്ങനെ എന്തെങ്കിലും പ്രോഗ്രാം പറ്റുവാണെങ്കിൽ ടു make it. And also I request all the children to give this thy word a try too, because it's a blessing. It's a example here, right here. So I would request you all to try it too. ഞാനിപ്പോൾ ഒരു പാട്ട് പാടാൻ പറയുവാണെങ്കിൽ നിങ്ങൾ ഏത് പാട്ട് പാടും? ഏത് പാട്ടായിരിക്കും? ഇപ്പം പെട്ടെന്ന് പാടാൻ പറഞ്ഞാൽ ഒരു പാട്ട് ഏത് പാടും? ഞങ്ങൾ ഇതുവരെ എത്തുവാൻ. ഓ വെരി ഗുഡ്. രണ്ടുപേരും കൂടെ പാടിക്കോ. ഒരു 4 വരിയോ 8 വരിയോ? റെഡി? ഞങ്ങൾ ഇതുവരെ എത്തുവാൻ നീ മാത്രമെൻ ദൈവമേ, ഞങ്ങൾ ഇതുവരെ എത്തുവാൻ നീ മാത്രമെൻ യേശുവേ, കഴിവല്ല നിൻ കൃപയാണേ, ബലമല്ല നിൻ ദയയാണേ, കഴിവല്ല നിൻ കൃപയാണേ, ബലമല്ല നിൻ ദയയാണേ, ഞങ്ങൾ ഇതുവരെ എത്തുവാൻ നീ മാത്രമെൻ ദൈവമേ, ഞങ്ങൾ ഇതുവരെ എത്തുവാൻ നീ മാത്രമെൻ യേശുവേ. സൂപ്പർ. രണ്ടുപേരും അടിപൊളിയായിട്ടാണ് പാടി. ഇത് ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ലൈഫിനോട് ഒത്തിരി അടുത്തിരിക്കുന്നു. കഴിവല്ല ദൈവമേ, ഇത് കൃപയാലാണ് ഇവിടെ വരെ എത്താൻ, ഇവർ ലെജൻഡാകാൻ, മുമ്പോട്ട് പോകാൻ ഈ ദൈവം നിങ്ങളുടെ കൂടെ പിന്നെയും ഇരിക്കട്ടെ. മോൻ പഠിച്ചു വളർന്ന് മിടുക്കനായി എന്താകണമെന്നാണ് ആഗ്രഹം? എനിക്ക് പഠനത്തെ കാര്യത്തിൽ റിലേറ്റ് ചെയ്ത എനിക്കൊരു IPS ഓഫീസറാണ് ആകുന്നത്. IPS ഓഫീസറാകണം. യെസ്. അപ്പം ഈ ചെറിയ കാലത്ത് അതിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കും. ദൈവം എന്നോട് സംസാരിച്ച് ഒരു ഫുൾ ലൈഫ് മിനിസ്ട്രിയിലോട്ട് കയറാൻ പറഞ്ഞാൽ ഞാൻ മിനിസ്ട്രിയിലോട്ട് കയറും. ഏ രാജ്യത്തിലും ഏ കൺട്രിയിലും ഏ പ്ലേസിലാവട്ടെ ഞാൻ മിനിസ്ട്രിക്ക്. സോ IPS ഓഫീസർ ആകണമെന്നാണ് ആഗ്രഹം. പക്ഷേ കർത്താവ് പറയുവാണ്, ഇമ്മാനുവൽ കം ഫോർ മൈ മിനിസ്ട്രി എന്ന് പറഞ്ഞാൽ യു ആർ റെഡി. ദാറ്റ്സ് awesome. ഇനിയും IPS ഓഫീസർ ആവണമെങ്കിലും യു ക്യാൻ ബിക്കം എ മിഷണറി IPS ഓഫീസർ. അക്സയ്ക്ക് എന്താണെന്ന് ആഗ്രഹം? I want to go ahead with research. പക്ഷേ ഇമ്മാനുവൽ പറഞ്ഞ പോലെ, since our young age, God has always had His promise on us. So ഞങ്ങൾ ഫാമിലി ആയിട്ട് God has always spoken to us about ministry. So ദൈവം വിളിക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും അക്കോർഡിംഗ് ടു മിനിസ്ട്രി. യെസ്, താങ്ക് യു. ഇത്രയും സമയം, നിങ്ങളെ വിലപ്പെട്ട സമയം. എനിക്കറിയാം നിങ്ങൾ ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടി ഹൈദരാബാദിൽ നിന്ന് ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടി മാത്രം ഇവിടേക്ക് യാത്ര ചെയ്ത് വന്നവരാണ്. നിങ്ങളെ ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. അത്രയും എഫേർട്ട് എടുത്ത് ഇവിടേക്ക് വന്നത് ഇമ്മാനുവലിൻ്റെ ലൈഫിൽ ഒരു വലിയ അനുഗ്രഹമാണ്. നിങ്ങളെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. ഈ കുഞ്ഞുങ്ങളെ ദൈവത്തിൻ്റെ വചനത്തിലും പത്യോപദേശത്തിലും പോറ്റി വളർത്തി അവരെ നല്ല നിലയിലാക്കാൻ ദൈവം എല്ലാവിധമായ അനുഗ്രഹങ്ങളും ദൈവം നിങ്ങൾക്ക് തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഫേസ് ടു ഫേസിൻ്റെ ഈ പ്രോഗ്രാമിൽ ഇന്ന് ഇമ്മാനുവൽ, അതുപോലെ തന്നെ സിസ്റ്റർ പ്രീത, അക്സ, അവർ 3 പേരും അവരുടെ അനുഭവങ്ങൾ നമ്മളുമായിട്ട് പങ്കുവച്ചു. ദേ ആർ റിയലി ഇൻസ്പയറിങ് അസ്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ ആൾക്കാരും നമ്മുടെ ലൈഫിലും ഇതുപോലെ നമ്മുടെ കുഞ്ഞുങ്ങളെ അതേ നിലയിൽ വളർത്തിക്കൊണ്ട് വരുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ദൈവം അതിനായിട്ട് നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അടുത്ത ഒരു എപ്പിസോഡിൽ പുതിയൊരു വ്യക്തിയുമായിട്ട് ഞാൻ നിങ്ങളുടെ അടുക്കിലെത്തും. അണ്ടിൽ ദെൻ, ഇറ്റ്സ് മീ അനിൽ ഇലന്തൂർ. ഗാഡ് ബ്ലസ് യു.